ഹായ് ഗൈസ്, ഞങ്ങളൊരു ടൂറ് പോവുകയാണ്. അതെ, ഞങ്ങൾ മൂന്നാറിലേക്ക് ഞങ്ങളവിടെ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ അച്ചാച്ചൻ്റെ അളിയനും ചേച്ചിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നാളെ വരാനായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കമ്പം തേനി കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മുന്തിരിപ്പാടമൊക്കെ കാണാമല്ലോ. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ വന്ന വഴിക്ക് മൊത്തം കോടമഞ്ഞായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഒരു ഇച്ചിരി തണുപ്പെങ്കിലും ഞങ്ങൾ കൊണ്ടത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കയറിയേക്കാണ് കേട്ടോ. അപ്പം തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പം തന്നെ ഫുള്ള് എല്ലാം ഭയങ്കര ചേഞ്ചസ് ആണ്. നല്ല റോഡുകളും അതുപോലെ ഗ്രാമീണ പ്രദേശമാണ് ഫുള്ള് കേട്ടോ. ഇതൊരു ടൗൺ ഏരിയ ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കാണാനായിട്ട് പറ്റും. അതിലിങ്ങനെ അമ്മക്കുരങ്ങ് ഇങ്ങനെ കുഞ്ഞു കുരങ്ങിനെ കൊണ്ടുവന്ന് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല സീനറിയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ രണ്ട് സൈഡിലും ഉണ്ടാവും. ഇതുപോലെ മലകളും നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് കാണാനായിട്ട് പറ്റും കേട്ടോ. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണിത്, പെൻസ്റ്റോക്ക് പൈപ്പ്. അപ്പോൾ ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ ഇങ്ങനെ ഇതിൻ്റെ ബാക്കി നമുക്ക് താഴെ ചെല്ലുമ്പോൾ കാണാനായിട്ട് പറ്റും. ഹെയർ പിൻ വളവുകളാണ് കേട്ടോ നമ്മൾ ഈ പോകുന്നത്. അത് നമ്മൾ ഈ സ്ട്രെയിറ്റ് റോഡെല്ലാം ഓടിച്ച് നമ്മൾ ഈ ഇതുപോലെ ഹെയർ പിൻ റോഡുകളിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വോമിറ്റിംഗ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കമ്പം തേനി കൂടിയാണ് കേട്ടോ ഈ പോകുന്നത്, കാരണം മുന്തിരിപ്പാടമൊക്കെ കാണാനായിട്ട്. പക്ഷേ അത് ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഒരു വലിയൊരു ഫ്ലോപ്പായിരുന്നു അത്. കാരണം ഒരു ഓൾമോസ്റ്റ് 10 hours എങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര. കാരണം വട്ടവടയിലാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തത്. നമ്മൾ പക്ഷേ കമ്പം തേനി കൂടി പോകുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ മാപ്പ് നോക്കിയപ്പോൾ കണ്ടു. അപ്പം നമ്മൾ ഓർത്തെങ്കിൽ മുന്തിരിപ്പാടം കൂടെ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. പക്ഷെ അത് 10 hours കൂടുതലെടുത്തു നമ്മൾ മൂന്നാർ വട്ടവട ചെല്ലാനായിട്ട്. അപ്പം നമ്മൾ റോഡിലൂടെ പോയപ്പോഴത്തേക്ക് കണ്ട ജമന്തിത്തോട്ടാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. നല്ല രസമുണ്ട്. അകത്തോട്ട് കയറ്റി വിടത്തില്ല, ആൾക്കാരത് പറിക്കുവാണ്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നിങ്ങൾ നോക്കാൻ നല്ല രസമുണ്ട് കാണാൻ.
അല്ല ഗൈസ്, എൻ്റെ അളിയൻ 150 പറക്കുകയാണ് ഗൈസ്. 80 കയറിയപ്പോഴാണ് വാണിങ് കഴിച്ചു. അപ്പോൾ വണ്ടി സ്ലോ ചെയ്തു. തോട്ടത്തിന്റെ വരെ നമുക്ക് കാണാൻ പോവാം. നമ്മൾ പറഞ്ഞ മുന്തിരിത്തോട്ടം ഇവിടെ മുന്തിരി ചെറുതായിട്ട് ആകുന്നതേ ഉള്ളൂ. നമുക്ക് മുന്തിരിയിലോട്ട് പോകാം. കമോൺ. മുന്തിരി ഇത് ഇവിടെയാണ്. ഇതാണ് മുന്തിരിയൊക്കെ. മുന്തിരിയുണ്ട്. ചെറിയ മുന്തിരികളാണ്. മുന്തിരിയൊക്കെയാണ്. പറിക്കുന്നില്ല. ആ പറിക്കല്ലേ ഇങ്ങനെ തോട് പറിക്കല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ മുന്തിരിങ്ങകളുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് നല്ല ബ്ലാക്ക് കളറിലെ മുന്തിരിങ്ങ, ഇപ്പുറത്ത് നല്ല ഗ്രീൻ കളറിലെ മുന്തിരിങ്ങ. അപ്പം നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് പറ്റും. വൈനുണ്ട്, പിന്നെ ജ്യൂസുകളുണ്ട്, അതുപോലെ മുന്തിരിങ്ങകളുണ്ട്. അതെല്ലാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. കിലോ കണക്കിന് എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി എൻ്റെ അമ്മ ഇവിടെ വന്നതാണ് ടൂറ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നീട് മുന്തിരിങ്ങ മേടിച്ചില്ല. കാരണം നമ്മൾ റിസോർട്ടിൽ നിൽക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഈ ഫ്രിഡ്ജൊന്നും ഇല്ലാതെ ഇത് വെക്കാനായിട്ട് പറ്റത്തില്ല ഈ ചൂടത്ത്. അപ്പം എനിവേ ഞങ്ങളതെല്ലാം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത്.
അങ്ങനെ ഞങ്ങൾ മുന്തിരിപ്പാടം എല്ലാം കണ്ടതിന് ശേഷം കഴിക്കാനായിട്ട് കയറി. നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം നമ്മൾ മസാല ദോശ തിന്നാണ്. വലിയ മസാല ദോശയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ. ആര് വന്നാലും ഇവിടെ നിന്ന് കഴിക്കണം. അപ്പം നമുക്കിനി അടുത്ത യാത്ര നമ്മൾ മൂന്നാറിലേക്കാണ്. അപ്പം ആ വീഡിയോ വരുന്നത് വരെ ടാറ്റാ.